ദുബായിൽ വിസിറ്റ് വിസയിൽ ജോലി തേടിയെത്തുന്നവരെ കണ്ടെത്താൻ UAE വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ വിഭാഗം പരിശോധന കർശനമാക്കി. കൃത്യമായ യാത്രാരേഖകൾ ഇല്ലാത്തതിനാൽ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നെത്തിയ 100 കണക്കിന് ആളുകളെ കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചിരുന്നു. സന്ദർശക വിസയിലെത്തുന്നവർ സന്ദർശന ലക്ഷ്യം, താമസ സ്ഥലം, ചിലവഴിക്കാനുള്ള പണം എന്നിവയെക്കുറിച്ച് വിമാനത്താവളങ്ങൾ ചോദിക്കും. വ്യക്തമായി ഉത്തരം പറയാത്തവർക്ക് വിമാനത്താവളത്തിന് പുറത്തേക്ക് കടക്കാനാകില്ല. സന്ദർശക വിനോദസഞ്ചാര വിസകളിൽ എത്തുന്നവർക്ക് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല. റിക്രൂട്ട്മെന്റ് ഏജൻസിയും ട്രാവൽ ഏജൻസിയും സന്ദർശക വിസയിൽ ജോലി ഉറപ്പു നൽകിയാലും അത് നിയമവിരുദ്ധമാണ്. തൊഴിൽ വിസയിൽ വരുന്നവർ എൻട്രി പെർമിറ്റിൽ UAE-യിലെത്തി ജോലിയിൽ ചേരാൻ ആവശ്യമായ വിസ നടപടികൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. സന്ദർശക വിസയിൽ വരുന്നവരുടെ ലക്ഷ്യം വിനോദസഞ്ചാരമാണെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വിവരം, മടക്കയാത്ര ടിക്കറ്റ്, രാജ്യത്ത് ചിലവഴിക്കാൻ പണം എന്നിവ കരുതിയിരിക്കണം. ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാനാണ് വരുന്നതെങ്കിൽ ഇവരുടെ വിസയുടെ പകർപ്പ്, പാസ്പോർട്ടിൻ്റെ പകർപ്പ്, വിലാസം, ഫോൺ നമ്പർ എന്നിവ കരുതണം. താമസ സ്ഥലത്തിൻ്റെ വിവരങ്ങളും പറയണം. സന്ദർശന വിസയിൽ വരുന്നവർ നിയമം ലംഘിച്ചാൽ ട്രാവൽ ഏജൻസികൾക്കെതിരെയും പിഴ ചുമത്തും. ലംഘനം ആവർത്തിച്ചാൽ പ്രവർത്തനം തുടരുന്നതിൽ വെല്ലുവിളിയാകുമെന്നും ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നു. വിസ കാലയളവ് കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുക, കാണാതാവുക തുടങ്ങിയ സംഭവങ്ങളിലാണ് ബന്ധപ്പെട്ട ട്രാവൽ ഏജൻസികൾക്ക് പിഴശിക്ഷ നേരിടേണ്ടി വരിക. വിസയ്ക്ക് ഗ്രേസ് പീരീഡ് ഉണ്ടെന്ന തെറ്റിദ്ധാരണയാണ് കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിട്ടുപോകാതെ തങ്ങുന്നതിനുള്ള പ്രധാന കാരണം. UAE വാർത്തകളുമായി ദിനേഷ് ലാൽ, കരുതൽ ന്യൂസ്.